ഭസ്മകരാജ പാതി പാതി. കല്യാണി ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. Thank you. ഇത്രയും ദിവസം ഇമ്മണി വലിയൊരു ഫാനില് കല്യാണി പാട്ടുപാടി ഇന്ന് അടിപൊളിയായിരുന്നു. കേട്ടാ ഒന്നും പറയാനില്ല, ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. മൈക്കുമായിട്ട് ഈ ഡ്രസ്സുമായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ശരിക്കും ഈ ഡ്രസ്സ് വിട്ട് പാട്ട് പാടുമായിരിക്കും. പാട്ടൊന്നും പാടിയില്ല, നല്ല ഉഗ്ര ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ഡാൻസ്. അപ്പോൾ എന്താ പറയുക, സകലകല വല്ലഭയാണെന്ന് തെളിയിച്ചു. അമ്മു കല്യാണിയുടെ വേറൊരു വേർഷൻ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. നന്നായിട്ട് പെർഫോം ചെയ്തു, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് എപ്പോഴും കല്യാണിയിലുള്ള ആ ബെസ്റ്റ് സിംഗറിനെയാണ് കൂടുതൽ ഫേവറേറ്റ്. നേരത്തെ പൊട്ട ഡാൻസർ എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഡാൻസിങ് നന്നായിരുന്നു, എനിക്കിഷ്ടമായി. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റ് കല്യാണി പാട്ട് പാടുന്ന കേൾക്കാനാണ്. ഓക്കെ, ഇനി നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. സൗഭാഗ്യ ചേച്ചി കല്യാണി ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഈ റൗണ്ടിൽ വന്നിട്ട് ഡാൻസ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നേ ഇല്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസറാണെന്ന് പറഞ്ഞാൽ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും ഡിസപ്പോയിൻ്റ് ഒന്നും ചെയ്തില്ല. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഡാൻസ്? ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ട്. 5 years ആയല്ലേ? ആരാ ഇത് കൊറിയോഗ്രാഫ് ചെയ്ത് തന്നെ? ഇത് ഒരു ശശി കോട്ടക്കൽ മാഷാണ്. സോ കൊള്ളാം. മോള് ബേസിക്കലി ഒരു സിംഗറാണല്ലോ, അപ്പോൾ ഒത്തിരി അങ്ങനെ ഡാൻസറായിട്ട് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സിംഗറായിട്ട് ഇരുന്നുകൊണ്ട് ഡാൻസിങ് ഒരു ടാലൻറ്റും ഉണ്ട് എന്നുള്ളതിൽ കാണുമ്പോൾ അതിൽ മോള് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാണാനൊക്കെ നല്ല ഒരു ഗ്രേസ് ഉണ്ടായിരുന്നു, ഡ്രസ്സിങ് ഒക്കെ ഉള്ളായിരുന്നു. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ ഡാൻസ് കളിക്കാനായിട്ട് വന്നപ്പോൾ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? കുറച്ച് ആ ടെൻഷൻ മാത്രം മുഖത്ത് ഇങ്ങനെ കാണായിരുന്നു, ശരിയാവോ എന്നുള്ളത്. ഇനി തൊട്ട് ആ ടെൻഷൻ വേണ്ട. നല്ല സിംഗറാണ്, നല്ല ഡാൻസറുമാണ്. കല്യാണിൻ്റെ അച്ഛനും അമ്മയും എൻജോയ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. എസ്പെഷ്യലി അച്ഛൻ കല്യാണിക്കുട്ടി പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും അച്ഛൻ ഭയങ്കരമായിട്ട് എൻജോയ്. അത് തന്നെ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഏതാണ് കല്യാണിയുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡാൻസറാണ്, ആസ് എ സിംഗറാണ്, ആസ് എൻ ആർട്ടിസ്റ്റാണ്, എങ്ങനെയാണ് കല്യാണിയെ കൂടുതൽ ഇഷ്ടം? അല്ല, മൂന്നും അവൾ ഈക്വലി ടാലൻറ്റഡ് ആണ്. പക്ഷേ എനിക്കിഷ്ടം പാട്ടും പെയിൻറ്റിങ്ങും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഡാൻസ് 5-6 വർഷമായി പഠിക്കുന്നുണ്ട്. ശശി കോട്ടക്കൽ മാഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എവിടെയും കോമ്പറ്റീഷൻ വിടാറില്ല. അവളുടെ ഇഷ്ടം കാരണം പഠിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഭരതനാട്യം 5-6 വർഷമായി പഠിക്കുന്നുണ്ട്. മാഷയുടെ ആനുവൽ പ്രോഗ്രാം മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ കോമ്പറ്റീഷൻ വിടാറില്ല. ഭരതനാട്യമാണോ പഠിക്കുന്നത് മോള്? പക്ഷെ ഇപ്പൊ മോൾ ചെയ്തതെല്ലാം കുറെ കൂച്ചുപുടി സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ഇതൊരു സെമി ക്ലാസിക്കൽ മാഷ് ചെയ്തു തന്നാണ്. ഫിലിമിൻ്റെ ഒരു സോങ് ആയതുകൊണ്ട് ഇത് പക്ക ക്ലാസിക്കൽ അല്ല എന്ന് പറഞ്ഞിരുന്നു. നന്നായിരുന്നു. നമ്മുടെ കല്യാണിക്കുട്ടി ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കണം. നമ്മുടെ ചേട്ടനും ചേച്ചിമാർക്കും ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സർപ്രൈസ് എന്താണെന്ന് കാണാം. കല്യാണിൻ്റെ അച്ഛനെ സ്വാഗതം ചെയ്യാം. അടിപൊളി. സൗഭാഗ്യം നേരിട്ട് കാണുന്നതിനേക്കാളും നന്നായിട്ട് അപ്പോഴുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു കല്യാണി. വളരെ മനോഹരമായിരുന്നു, വളരെ മനോഹരമായിട്ടുണ്ട്. ആ 3 പെയിന്റിങ്സും ഒന്നിനൊന്നിന് മെച്ചം. താങ്ക് യു സോ മച്ച്. ഇത്ര എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ വരച്ചതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. സീരിയസ്ലി, ബിക്കോസ് നമുക്കുള്ള ലവ് അല്ലെങ്കിൽ അഡ്മിറേഷൻ, റെസ്പെക്റ്റ് ഒക്കെ ഒരു ആർട്ടിലൂടെ എപ്പോഴും പോർട്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വരും. അപ്പോൾ 2019 എനിക്ക് തോന്നുന്നു ഏറ്റവും ക്യൂട്ട് ഗിഫ്റ്റ് ഞാൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഈ ഗിഫ്റ്റ് വാങ്ങുന്നതിനായി സൗഭാഗ്യ ചേച്ചി, അമ്മു, വിവേകേട്ട നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
പിക്ചേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി സൗഭാഗ്യമൊക്കെ ഒരു സർപ്രൈസാണ്. കുറച്ച് പഴയ ഫോട്ടോസ് മാഷ് ഷെയർ ചെയ്തതാണ് നമ്മൾക്ക്. അതിൻ്റെ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോട്ടോ പ്ലസ് എന്താ പറയുക, ചെറി ഓൺ ടോപ്പ് ഓഫ് എൻ ഐസ്ക്രീം എന്ന് പറയുന്ന പോലെ കുറേ സ്പെഷ്യൽ മൊമെൻറ്റ്സും കൂടെ തന്നു. താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ കല്യാണിയുടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെർഫോമൻസും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സർപ്രൈസും കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തി. വളരെ മനോഹരമായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും ഈ ഒരു എന്താ പറയുക, ഈ ഒരു പെർഫോമൻസ് ഒരിക്കലും മറക്കില്ല. ഇതുപോലെ അടുത്ത എപ്പിസോഡിലും അടുത്ത പെർഫോമൻസ് നന്നായിട്ട് വരട്ടെ. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇനിയും സർപ്രൈസസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് കല്യാണി ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.